ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به يا رب العالمين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചെറിയ പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ പ്രാർത്ഥനകളായാലും വലിയ പ്രാർത്ഥനകളായാലും സുബ്ഹാനല്ലാഹ് അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തരുന്ന ആ പ്രാർത്ഥനകൾക്ക് ഒന്നെങ്കിൽ അതിന്റെ ആ ഒരു സന്ദർഭവും അതിന്റെ വാക്കുകളും സുബ്ഹാനല്ലാഹ് വല്ലാത്ത ആഴത്തിലാണ്. ഇപ്പൊ ഇന്നലത്തെ നമ്മളുടെ ആ ഒരു പ്രാർത്ഥന തന്നെ അല്ലാഹുമ്മ ഖസിം ലന എന്നുള്ള പ്രാർത്ഥന തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മളെ മുഴുവനായി കീറിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഭാഗവും നമ്മൾ പോലും നമ്മളെ മലയാളത്തിൽ ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് മറന്നു പോകുന്ന ഒരു ഭാഗം ഒരു സൈഡ്, ഇപ്പം ഒരു സൈഡ് മാത്രം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ദുനിയാവിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് മലയാളത്തിൽ ചോദിക്കുന്ന സമയത്ത് നമ്മളെ പരലോകം മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ സുബ്ഹാനല്ലാഹ് ഏതൊരു പ്രാർത്ഥന ആയി കഴിഞ്ഞാലും അത് അതുമായി ബന്ധപ്പെട്ട് പരിപൂർണമായിട്ടുള്ളതായിരിക്കും. അത് വലുതായാലും ചെറുതായാലും. ചില പ്രാർത്ഥനകൾ നമ്മള് മറ്റു പ്രാർത്ഥനകൾക്ക് മുൻപിലായിക്കൊണ്ടുള്ള വസീലയായിരിക്കും, അള്ളാഹുവിന്റെ അസ്മാഇനെ വിളിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ള രൂപത്തിൽ. ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുരിതം അനുഭവിക്കുന്നവർക്ക്, സുബ്ഹാനല്ലാഹ് നമുക്കറിയാം മനുഷ്യന്മാരാണ് നമ്മള്, ഈ ദുനിയാവിലാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വഞ്ചനന്റെ വിഭവമാണ്. ദുഃഖവും സന്തോഷവും സമാധാനവും എടങ്ങേറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒന്നാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ എങ്ങനെയാണെന്ന് അറിയോ? ഈ പ്രയാസപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ പ്രത്യേകമായി ചൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബൂദാവൂദ് നിന്നും സ്വഹീഹായി വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മളെ പ്രാർത്ഥന. ഇതിന്റെ മറ്റൊരു വേർഷന് കഴിഞ്ഞ വർഷത്തെ ഗൈസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ മിക്ക ലഫ്ലുകളും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ പ്രാർത്ഥന നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ റഹ്മതിക അർജൂ ഫലാ തകിൽനി ഇലാ നഫ്സി طرفة عين وأصلح لي شأني كله لا إله إلا أنت. സുബ്ഹാനല്ലാഹ് 3 ഭാഗമുണ്ട് ഈ ഒരു പ്രാർത്ഥനക്ക് അല്ലെ. ഒന്നാമത്തെ ഭാഗം എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, റഹ്മതിക അർജു. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ സ്വർഗത്തിൽ പോലും പ്രവേശിക്കുള്ളൂ. അള്ളാഹിന്റെ റഹ്മത്ത് ഒരു അടിമക്ക് ഉണ്ടാവുക എന്നുള്ളത് അത് അത്രയും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒന്ന് ആലോചിച്ച് നോക്കി, ഫാത്തിഹ ഓതുന്ന സമയത്ത് അർ റഹ്മാനി റഹീം, രണ്ട് അള്ളാഹുവിന്റെ എല്ലാവർക്കും വിശാലമായിട്ടുള്ള കാരുണ്യവും വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള കാരുണ്യം, രണ്ടിനെയും അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് അസ്മാഉകളും അവിടെ പ്രത്യേകം എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ റഹ്മതിക അർജു. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രയാസം ഉണ്ടായിക്കോട്ടെ, എന്തൊരു വേദന ഉണ്ടായിക്കോട്ടെ, അത് അവിടുന്ന് നമുക്ക് നീങ്ങണമെങ്കിൽ, അത് മാറി നമുക്ക് അവിടെ സമാധാനം വരണമെങ്കിൽ തീർച്ചയായും അള്ളാന്റെ റഹ്മത്ത് വേണ്ടതുണ്ട്. അള്ളാന്റെ തിരുനോട്ടം നമ്മിലേക്ക് പതിയേണ്ടതുണ്ട്. അള്ളാന്റെ കാരുണ്യം നമുക്ക് ചൊരിഞ്ഞാൽ മാത്രം നമ്മളെ ഹൃദയത്തിലുള്ള ആ ഒരു വെയിറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഭാരം, ആ ഒരു വേദന നീങ്ങുള്ളൂ. ചില സമയത്ത് പലപ്പോഴും നമ്മൾ തന്നെ പറയാറില്ലേ, അഥവാ ചില സമയത്ത് എന്നല്ല, നമുക്ക് ഏറ്റവും നന്നായി ഫീൽ ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളെ ഉള്ളിൽ അതെന്തുണ്ടാവും, ദഹിക്കാതെ നിൽക്കാന്ന് പറയണ പോലെ. പക്ഷെ ഒന്ന് വുദു എടുത്ത് വന്ന് ഒരു റക്അത്ത് ഒന്ന് നിസ്കരിച്ച് ആ സുജൂദിലേക്ക് പോയി കുറച്ചു നേരം സുജൂദിലേക്ക് ഇടുന്ന് കഴിയുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് മല പോലുള്ള ഒരു ഭാരം മുഴുവനായി ഇറങ്ങിയ ഒരു ഫീൽ ഉണ്ടാവും. അള്ളഹാനോട് അവിടെ പ്രാർത്ഥിച്ച് അള്ളഹാനോട് അവിടെ ചോദിക്കുന്ന സമയത്ത്. അപ്പോ ഈ
പ്രയാസഘട്ടത്തിൽ ഈ അടിമ എന്താണ് പറയണത്? അല്ലാഹുമ്മ റഹ്മതിക അർജു, അള്ളാഹുവേ നിന്റെ റഹ്മത്ത് മാത്രാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിന്റെ റഹ്മത്താണ് എനിക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, അവിടെ മനസ്സിലാക്കണം, എനിക്ക് എന്റെ അള്ളാഹ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മളെ ജീവിതത്തിൽ മുഴുവൻ അതിനുള്ള ഒരു ഉത്തരം എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രതിഫലിക്കേണ്ടതുണ്ട്. കഫാ ബില്ലാഹി ഹസീബ, കഫാ ബില്ലാഹി വക്കീല. നമുക്ക് എപ്പോഴും നമ്മളെ ഹൃദയത്തിലായാലും നമ്മളെ അമലുകളിലായാലും നമ്മളെ സംസാരത്തിലായാലും അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്കെന്റെ അള്ളാഹ് മതി. ഇതാണ് ഇവിടെ അതാണ് പറയുന്നത്. അള്ളാഹുവെ നിന്റെ റഹ്മത്ത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിൽ നിന്ന് മാത്രമാണ് എനിക്ക് എന്തുള്ളത്? റിലീഫ് ഉള്ളത്. അള്ളാഹുമ്മ റഹ്മതിക അർജു, പ്രത്യേകം മനസ്സിലാക്കണം ഈ ഒരു വാക്ക്, അള്ളാഹുമ്മ റഹ്മതിക അർജു എന്നുള്ളത്. എന്റെ റബ്ബ് എനിക്ക് മതിയായതാണ് എന്നുള്ള ആ ഒരു വഹ്ദാനിയത്തിനെ കൂടെ വിളിച്ചോതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്റെ അള്ളാഹ് മതിയായതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവെ നിന്റെ റഹ്മത്തിനെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ മറ്റുള്ള മഖ്ലൂക്കുകളുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് യാചിക്കാൻ പോവേണ്ടി വരും. എന്നിട്ട് അടുത്തത് അള്ളാഹിനോട് പറയുന്നത് എന്താണ്? ഫലാ തകിൽനി, ഫലാ തകിൽനി, അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിക്കല്ലേ, എനിക്ക് തരില്ലേ, അല്ലെങ്കിൽ എന്നില് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തല്ലേ. എന്ത്? ഇലാ നഫ്സി, എന്നെ തന്നെ. സുബ്ഹാനല്ലാഹ്, ത്വർഫത ഐൻ. ത്വർഫത ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണൊന്ന് ചിമ്മണ ഒരു നേരം, അതിന് എത്ര എത്ര കുറഞ്ഞ സമയമാണ്. നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറന്നു നോക്കി, ജസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങളെ കൈയൊന്നും നിങ്ങളെ കണ്ണിലേക്കൊന്ന് ഇടുന്ന സമയത്ത് കണ്ണ് അവിടെ ഒരു അടഞ്ഞു തുറന്നിട്ടുണ്ടാവും. അത്രയും പെട്ടെന്ന് ആ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു സമയം പോലും അള്ളാഹ് എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് ഇവിടെ നമ്മൾ എന്താ പറയാ അള്ളാഹിനോട് പറയുന്നത്? അള്ളാഹുവേ, ഞാൻ അത്രയും ദുർബലനാണ്, ഞാൻ നിന്നിലേക്ക് അത്യാവശ്യക്കാരനാണ്, നീ നീയാണ് എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരേണ്ടത്. അഥവാ എനിക്ക് എന്റെ അള്ളാഹുവേ, നീ ഒരിക്കലും തന്നെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേന്ന്. സുബ്ഹാനല്ലാഹ്, സ്വന്തത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മൾ മനസ്സിലാക്കണം, സ്വന്തത്തെ പോലും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ കണ്ണിമ വെട്ടുന്ന നേരം പോലും സ്വന്തത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത അത്രയും ദുർബലരാണ് നമ്മൾ എന്നുള്ളതാണ്. അള്ളാഹുവെ, ഈ ജീവനുള്ളിടത്തോളം റബ്ബേ നീ എന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അടുത്തത് അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? വഅസ്ലിഹ് ലീ ശഅനീ കുല്ലഹ്, വഅസ്ലിഹ് ലീ, അള്ളാഹു എനിക്ക് ശരിയാക്കി തരണമേ. ഷഅനീ കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്, ഷഅനീ കുല്ല എന്ന് പറയുന്നതിൽ കൂടെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടതുണ്ടോ, അതെന്റെ ദുനിയവി ആയിക്കോട്ടെ, എന്റെ സാമ്പത്തിക ആയിക്കോട്ടെ, എന്റെ പാരത്രിക ആയിക്കോട്ടെ, ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹു നീ ശരിയാക്കി തരണമേ. ലാ ഇലാഹ ഇല്ല അൻത, അള്ളാഹുവേ നീ അല്ലാതെ വേറെ ഒരു ഇലാഹും തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവർ, ഈ ലാ ഇലാഹ ഇല്ല എന്നുള്ളതുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഫീൽ ചെയ്യണം. കാരണം സുബ്ഹാനല്ലാഹ്, ഒന്നും വേണ്ട, നമ്മളെ മുൻപില് നല്ല തണുത്ത വെള്ളമുണ്ട്, നല്ല AC ഉണ്ട്, നമ്മൾക്ക് നല്ല ഫാൻ ഉണ്ട്, നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചു നോമ്പ് തുറന്നിട്ട്, എന്നിട്ട് പോലും പലപ്പോഴും നമുക്ക് ഖിയാമിനോടെ നിൽക്കാൻ പറ്റണില്ല. ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്കിതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഉമ്മ തന്ന് നമ്മളെ റെഡിയാക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചിലപ്പോ നമുക്ക് ഖിയാമിന് നിൽക്കാൻ പറ്റൂല. പക്ഷെ നമ്മള് നല്ല ചൂടത്ത് ജസ്റ്റ് വെള്ളം കുടിച്ച് മാത്രം, ഭക്ഷണം ഒന്നും കഴിക്കാതെ ആണെങ്കിലും അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ച്, അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിച്ചിട്ട് നിന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, അവിടെ നമുക്ക് വ്യക്തവും ലാ ഇലാഹ ഇല്ല അൻത, അള്ളാഹു അല്ലാതെ അള്ളാഹ്ക്ക് സമനായി ഒരു ഇലാഹു ഇല്ലാന്ന്. അള്ളാഹുവിനെ പോലെ, അള്ളാഹ്ക്ക് തുല്യനായിക്കൊണ്ട് ഒരു ഇലാഹും തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ് ലാ ഇലാഹ ഇല്ല അൻത എന്നുള്ളത്. അത് നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട്. നമ്മളെ ദിവസങ്ങളിലായാലും നമ്മളെ അമലുകളായാലും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
കാരണം ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണന്റെ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മളേറെ, ഇപ്പൊ നമുക്ക് നമ്മളെ ഉമ്മയും തമ്മിലുള്ള സ്നേഹം അറിയാം അല്ലെ, നമ്മളെ ഉമ്മ നമ്മളെ വിചാരണ ചെയ്യണോ അല്ലെങ്കിൽ അള്ളാഹ് വിചാരണ ചെയ്യോ നിൽക്കുമ്പോ നമ്മൾ പറയും അള്ളാഹുവെ നീ വിചാരണ ചെയ്താൽ മതി എന്ന് നമ്മൾ പറയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിന്റെ റഹ്മത്ത് വാസിയാണ്. അതുകൊണ്ടാണ് അത്രയും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ആദ്യം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ റഹ്മതിക അർജു എന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ സമയത്തും നമ്മൾ ഇത് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എപ്പോഴൊക്കെ നമുക്ക് നമ്മളെ പറ്റി വല്ലാണ്ട് മതിപ്പ് തോന്നുന്നോ അപ്പൊ ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് ബോധ്യവും ഞാൻ എത്ര ദുർബലരാണ് എന്ന്. അപ്പൊ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, നമ്മൾ തവാദുള്ളവനാവും, ഏറ്റവും കൂടുതൽ കീഴ്വണങ്ങുന്നവനാവും. അപ്പോ ഇത് നമ്മളെ റബ്ബിലേക്ക് കൂടുതൽ മുനീബാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന അർത്ഥം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നമ്മളെ ശരീരത്തെ നോക്കാന്, നമ്മളെ ശരീരത്തിനുള്ളിലെ സംവിധാനങ്ങളെ ഒന്ന് നോക്കാൻ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും കഴിയാത്തവനാണ് നമ്മളെങ്കിൽ, നമ്മളെ ശരീരം പോലും ഉടമപ്പെടുത്താത്തവനാണ് നമ്മളെങ്കിൽ, നമ്മളെ റബ്ബിന്റെ റഹ്മത്തിന് എത്രമാത്രം ആവശ്യക്കാരനാണ്. ആ റബ്ബിനോട് നമ്മൾ തേടുക, ആ റബ്ബിനോട് ചോദിച്ചോണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നിങ്ങളെ മുൻപിലായിക്കൊണ്ട് കിട്ടുന്ന ഓരോ പ്രാർത്ഥനകളാണെങ്കിലും ഏറെ വിലപ്പെട്ടതാണ്. അതിനെ ഓരോന്നിനെയും ഉപയോഗപ്പെടുത്താൻ ഞാൻ എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒറ്റപ്പെട്ട രാത്രികളാണ് നമ്മളെ മുൻപിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായിട്ട് ആഫിയത്തിനെ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ആഫിയത്തിനെ ചോദിക്കുക. രാത്രികളിലെ ഹയാത്താക്കാന്, എല്ലാരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റുകൊണ്ട് റബ്ബിന് പ്രിയപ്പെട്ടതാവാന് അള്ളാഹിനോട് ചോദിക്കുക. കാരണം അള്ളാഹുവിന്റെ കയ്യിലാണ് ആഫിയത്തുള്ളത്. നമ്മൾ പറഞ്ഞില്ല തർഫത്ത് ആയിൻ, ആ തർഫത്ത് ആയിൻ പോലും അള്ളാഹ് എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇബാദുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പറഞ്ഞതിൽ വല്ല പിഴവുകളോ വല്ല തെറ്റുകളോ മറ്റെന്തെങ്കിലും തിരുത്തലുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരണമെന്ന് വിനീതമായി കൊണ്ട് തന്നെ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏവരെയും ഏറ്റവും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم.